ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഫോട്ടോ കാർഡുകൾ വെച്ചിട്ട് ഒരു സ്ക്വാഡ് ബിൽഡാണ്. ഉള്ളി ഫോട്ടോ കാർഡ് മാത്രം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്വാഡ് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ സ്ക്വാഡ് എടുക്കുക. ഇപ്പോൾ സബും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അതിലേക്ക് നല്ല നല്ല ഫോട്ടോ കാർഡുകൾ നമ്മൾ സെറ്റ് ചെയ്യാം. ഫസ്റ്റായിട്ട് ഗോൾ കീപ്പർമാരിൽ GK നമുക്ക് ഫസ്റ്റായിട്ട് കോർട്ടോയ്സിനെ ആഡ് ആക്കാം. കോർട്ടോയ്സ് ഇത് കിടിലം ഒരു കാർഡ് തന്നെയാണ്, ഉള്ളവരൊക്കെ യൂസ് ചെയ്ത് നോക്കാം. അത്യാവശ്യം ഞാൻ എല്ലാ മാച്ചിലും കളിപ്പിക്കുന്ന ഒരു കാർഡാണ്, കിടിലമാണ്. ഇനി അടുത്തത് സെൻറ്റർ ബാക്ക് നമുക്ക് ഇവിടെ ഫിൽറ്റർ സെറ്റ് ചെയ്യാം. സെൻറ്റർ ബാക്കിൽ സെറ്റ് ചെയ്ത് ഇതിൽ സെൻറ്റർ ബാക്കിൽ മാർക്കിന്യൂസിനെ ഒരു കാർഡായിട്ട് സെലക്ട് ആക്കാം. ഇത് അത്യാവശ്യം കിടിലം കാർഡാണ്, ബിൽഡപ്പാണ്, അത്യാവശ്യം സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. 100 റേറ്റിംഗ് വരുന്ന കാർഡാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറെ സെറ്റ് ചെയ്യാം. നമുക്ക് സെൻറ്റർ ബാക്കായിട്ട് സ്റ്റോണിസിനെ സെറ്റ് ചെയ്യാം. ഇതൊരു ബിൽഡപ്പ് കാർഡാണ്, 2 ബിൽഡപ്പ്. ഇതിൻ്റെ ഡിസ്ട്രോയർ ഒരു ഫോട്ടോ കാർഡ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് ഡിസ്ട്രോയർ കാർഡ്. അവിടെ ഒരു ഡിസ്ട്രോയറും ഒരു ബിൽഡപ്പും ഉണ്ടെങ്കിൽ കിട്ടില്ലായിരിക്കും. ഇനി നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് റൈറ്റ് ബാക്കാണ്. റൈറ്റ് ബാക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡാണ്. നോക്കാം. റൈറ്റ് ബാക്കിൽ അത്യാവശ്യം കിടലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡാണ് സൊബോസ്ലൈൻ്റെ ഒരു കാർഡ്. ഇത് ഈ അടുത്ത് വന്ന കാർഡാണ്, അത്യാവശ്യം കിട്ടുന്ന കാർഡാണ്. അറ്റാക്കിങ് ഫുൾ ബാക്കാണ് വരുന്നത്. അത്യാവശ്യം ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ റൈറ്റ് ബാക്ക് സെറ്റ് ചെയ്ത് ഇനിയൊരു ലെഫ്റ്റ് ബാക്കിനെ സെറ്റ് ചെയ്യാം. ലെഫ്റ്റ് ബാക്ക് കിട്ടില്ലം പോലത്തെ ഒരു കാർഡാണ്, യൂനോ മെൻഡസിൻ്റെ കാർഡ്. ഇതൊക്കെ ഉള്ളവർ കളിപ്പിച്ച് നോക്കുക. അത്യാവശ്യം കിടിലം കാർഡ് പറഞ്ഞാൽ കിടിലം കാർഡാണ്. അണ്ടർ റൈറ്റിംഗ് വരുന്നൊരു കാർഡാണ്. ഇതിപ്പോൾ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടാണ് 99 വരുന്നത്. ഇനി അടുത്തത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു കാർഡാണ് DMF കാർഡ്. DMFൽ പിന്നെ അത്യാവശ്യം നല്ലൊരു കാർഡ് DMF റൈസിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതും അത്യാവശ്യം ഒരു കിടിലൻ കാർഡാണ്. ഇപ്പോൾ നമ്മൾ DMF, ലെഫ്റ്റ് ബാക്ക്, സെൻറ്റർ ബാക്ക്, റൈറ്റ് ബാക്ക്, GK എന്നിവ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഒരു നല്ലൊരു AMFനെ നമുക്ക് കൊണ്ടുവരാം. AMFൽ നമുക്ക് എന്താണ്, ഇത് CMF, LMF, RMF, AMF നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവിടെ. അതിൽ നല്ലൊരു എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയൊരു കാർഡാണ് ഈ ഒരു കോൾ പാൾമറിൻ്റെ കാർഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം കിട്ടിലും കാർഡാണ്. അതുപോലെ തന്നെ AMFൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് ഈ ഒരു ഡിബ്രൂയിൻ്റെ ഒരു കാർഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സബ്മിറ്റ് വെക്കാം. ഇത് അത്യാവശ്യം കിടിലൻ കാർഡ് തന്നെയാണ്. ഇത് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. കോൾ പാൾമർ എന്ന് പറയുന്നത് ഹോൾ പ്ലെയറാണ്. ഹോൾ പ്ലെയർ ആയതുകൊണ്ട് അത്യാവശ്യം കിടിലം ഇതൊക്കെ വരുന്നതാണ്. ഫസ്റ്റ് ടൈം ഷൂട്ട്, സോൾ കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് വിങ്ങിലാണ്. റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും നമുക്ക് യൂസ് ചെയ്യണം. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ലെഫ്റ്റും
ലെഫ്റ്റ് വിങ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് ഈ അടുത്ത് വന്ന ഈ ബാർക്കോളൻ്റെ ഒരു കാർഡ് എന്ന് പറയുന്നത്. 101 റേറ്റിംഗ് വരെ പോകുന്നുണ്ട്. കിടിലൻ കാർഡാണ്. ഫസ്റ്റ് മാച്ചിൽ തന്നെ ഹാട്രിക് അടിച്ച് കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു പ്ലെയറാണ് ഈ ബാർക്കോള. അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ്. നമുക്ക് സപ്പിലേക്ക് ഇടാം. നിക്കോ വില്യംസിൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് വിങ്ങറാണ്. അത്യാവശ്യം വിങ്ങിലൂടെ ഓടിക്കയറുന്നുണ്ട്. കിടിലൻ പോലത്തെ കാർഡാണ്. ഇനി അടുത്തൊരു കാർഡ് എന്ന് പറയുന്നതാണ് ലെഫ്റ്റ് വിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. ലൂയിസ് ഡയസിൻ്റെ ഒരു കാർഡ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് റൈറ്റ് വിങ് സെറ്റ് ചെയ്യാം. റൈറ്റ് വിങ്ങിൽ അത്യാവശ്യം കുലനായിട്ട് കളിപ്പിക്കാൻ പറ്റിയൊരു കാർഡാണ് ഈ സലാഹ്. നമുക്ക് സബിലിടാം. ഇത് വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു കാർഡ് കുബോൻ്റെ അത്യാവശ്യം കിടിലൻ കാർഡ് തന്നെയാണ്. നല്ല റണ്ണിങ്ങും നല്ല അഗ്രസീവായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് CF ആണ്. 2 സെൻറ്റർ ഫോർവേഡിനാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. എൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ക്വിക്ക് കൗണ്ടറിൽ സാബി അലൻസാണ് മാനേജർ. 4-1-1-4 ആണ് എൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. CF അതേപോലെ തന്നെ നല്ലൊരു കാർഡ് തന്നെയാണ് എന്ന് പറയണം. ഈ ഒരു മാർട്ടിനസിൻ്റെ കാർഡ് കിടിലൻ കാർഡാണ്. യൂസ് ചെയ്യുന്നതൊക്കെ യൂസ് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു കാർഡ് എന്ന് പറയുന്നത് അതുപോലെ ഈ ഹെർലിംഗ് ഹാലൻഡ്. ഇത് സൂപ്പർ സബ്ബാണ്. നോക്കാം, നമുക്ക് സബിലേക്ക് അടക്കാം. അങ്ങനെയാണ് അല്ല, അത് സൂപ്പർ സബ് അല്ല. അപ്പോൾ നമ്മൾ ഈ ആളിന് അത്യാവശ്യം 101 റേറ്റിംഗ് വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ അത് അത്യാവശ്യം കിടിലൻ കാർഡ് തന്നെയാണ്. പിന്നെ ഒരു സബിലേക്ക് ആഡാക്കാൻ പറ്റിയ കാർഡാണ് ലെവൻഡോസ്കിൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. 101 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റൊണാൾഡോൻ്റെ കാർഡ് അത്യാവശ്യം യൂസ്ഫുള്ളായിട്ടുള്ള കാർഡ് തന്നെയാണ്. പിന്നെ അടുത്ത ഈ ജീസസിൻ്റെ ഒരു കാർഡ് കിടിലൻ കാർഡ് തന്നെയാണ്. അതുപോലെ ഇനി നമുക്ക് സബിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ കാർഡുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് 11 സെറ്റായി. ഇനി നമുക്ക് സബ് കുറച്ച് ആഡാക്കാണ്ട് നിങ്ങളിതുപോലെ ബിൽഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇതൊക്കെ അറിയിക്കുക കമൻറ്റിലൂടെ ആയിട്ട്. ഇനി സെറ്റ് ചെയ്യണം. അതുപോലെ ഈ AMFൽ കളിപ്പിക്കാൻ പറ്റിയൊരു കിടിലൻ പ്ലെയറോ AMFൽ ലെഫ്റ്റ് വിങ്ങിലായിട്ട് കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയറാണ് മ്യൂസിയാലൻ്റെ ഈ 101 റേറ്റിംഗ് വരുന്ന ഈ ഒരു കാർഡ്. ക്ലബ് വേൾഡ് കപ്പിൽ കളിച്ച ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് കളിപ്പിക്കാൻ പറ്റിയൊരു കാർഡ് എന്ന് പറയുന്നത് ഇനിയിപ്പം ഈ വിങ് കളിപ്പിക്കാൻ പറ്റിയ റോഡ്രിഗോൻ്റെ ഈ ഒരു കാർഡ്. പിന്നെ സാവിനോൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് കിടിലൻ ഒരു കാർഡ് തന്നെയാണ്. അത്യാവശ്യം റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം കാർഡ് തന്നെയാണ്. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് കിടിലൻ കാർഡ് തന്നെയാണ്. ഒരു AMFൽ കളിപ്പിക്കാൻ പറ്റിയ അത്യാവശ്യം കിടിലൻ കാർഡാണ്. പിന്നെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഒരു സ്കോഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് കാര്യങ്ങൾ അറിയിക്കുക. ഓക്കെ, ഗുഡ് ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.